أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما بلغ أشده واستوى آتيناه حكما وعلما وكذلك نجزي المحسنين. ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه. قال هذا من عمل الشيطان إنه عدو مضل مبين. قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. قال رب بما أنعمت علي فلن أكون ظهيرا للمجرمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1307 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 14 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما بلغ أشده واستوى آتيناه حكما وعلما وكذلك نجزي المحسنين. ودخل المدينة على حين غفلة من أهلها وجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه. قال هذا من عمل الشيطان إنه عدو مضل مبين. قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. قال رب بما أنعمت علي فلن أكون ظهيرا للمجرمين. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 14 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം വിവരിക്കുകയാണ് സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂസ അലൈഹിസ്സലാം ജനിക്കുന്ന ഈജിപ്തിലെ പ്രത്യേകമായൊരു സാഹചര്യം, ആ സാഹചര്യത്തില് ബനു ഇസ്രായേൽ സമൂഹത്തില് പിറന്നു വീഴുന്ന ഓരോ ആൺകുട്ടിയും അകപ്പെട്ടിരുന്ന പ്രതിസന്ധിയെ പരാമർശിച്ചുകൊണ്ടാണ് ഈ വിവരണം തുടങ്ങുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെ തുടർന്ന് ബനു ഇസ്രായേൽ സമൂഹത്തിലെ ആൺകുഞ്ഞുങ്ങളൊക്കെ കൊന്നൊടുക്കാനുള്ള ഫിറോവിന്റെ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭീഷണി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഭയപ്പാട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായെ പിടികൂടിയ ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കുന്നത്. ഫിറോന്റെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അയാളുമായി ബന്ധമുള്ളവരോ
ആ കുഞ്ഞിനെ പുഴയിൽ നിന്ന് കണ്ടെടുക്കുകയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഫിറോവിന്റെ പത്നിയുടെ പ്രേരണയാൽ കുഞ്ഞിനെ അവർ കൊട്ടാരത്തിൽ വളർത്താം, അവരുടെ ഒരു പുത്രനായിട്ട് കൊട്ടാരത്തിൽ അവരോടൊപ്പം വളർത്താം എന്ന ഒരു തീരുമാനത്തിലാണ് അവരെത്തുകയുണ്ടായത്. എന്നാൽ കുഞ്ഞ് അവര് കൊണ്ടുവന്ന മുറലിയത്തുകളെ ഒന്നും സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന, മുലയൂട്ടാൻ വേണ്ടി വന്ന സ്ത്രീകളുടെ പരിചരണവും അവര് പാല് കൊടുക്കുന്നതൊന്നും സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ മൂസ അലൈഹിസ്സലാമിന് അത് വിലക്കുള്ളതാക്കി മാറ്റിയിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഫഹറംനാ അലൈഹിൽ മറാദിയ മിൻ ഖബൽ, നേരത്തെ തന്നെ ഈ മുലയൂട്ടുന്ന സ്ത്രീകളുടെ പാല് അല്ലെങ്കിൽ അവരുടെ പരിചരണം മൂസ അലൈഹി ഇസ്ലാമിന് നാം നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ശിശുവായിരിക്കെ മൂസ അലൈഹി ഇസ്ലാം കൊട്ടാരത്തില് അവര് ഒരുക്കിയിരുന്ന വിധത്തിലുള്ള ആ സൗകര്യം പ്രയോജനപ്പെടുത്താൻ കൂട്ടാക്കാതിരിക്കുകയായിരുന്നു, മുഖം തിരിച്ചു കളയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി ഒരവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാജ്ഞിയോടോ ബന്ധപ്പെട്ട ആളുകളോടോ പറയുന്നത്, ഈ കുഞ്ഞിനെ നോക്കി പരിപാലിക്കാൻ വളരെ ഗുണകാംക്ഷയോടുകൂടി ആ കുഞ്ഞിനെ പോറ്റി വളർത്താൻ കഴിയുന്ന ഒരു കുടുംബത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി മുന്നോട്ട് വെച്ച ആ ആശയം അവർ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആന്റെ വിവരണത്തിൽ നിന്ന് സാധിക്കുന്നത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഉമ്മായുടെ അടുക്കൽ തിരികെ എത്തി. അവർക്ക് കൺകുളിർമ അനുഭവപ്പെടുന്ന വിധത്തില് അവര് വിഷമവും ദുഃഖമൊന്നും അനുഭവിക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെയാണ് അള്ളാഹു അതിനെ കുറിച്ച് അവിടെ പറയുന്നത്. വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും എന്ന കാര്യം അവരറിയുന്നതിന് വേണ്ടി കൂടിയാണ്, അവർക്ക് ബോധ്യപ്പെടാനാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് നേരത്തെ അള്ളാഹു നൽകിയ വാഗ്ദാനം അള്ളാഹു പാലിച്ചിരിക്കുന്നു എന്നത് ബോധ്യപ്പെടാൻ കൂടി വേണ്ടിയാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അധിക പേർക്കും ഇതിന്റെ രഹസ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയുമായിരുന്നില്ല എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഒരു പഴുതോ അവസരമോ ഉണ്ടാവാതെ തന്നെയാണ് ഫിറോവിന്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ടവരോ ഈ കുഞ്ഞിനെ നോക്കി പരിപാലിക്കാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായെ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഏൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നത്. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു വിവരിക്കുന്നത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കാം. വലമ്മ ബലഗ അശുദ്ധഹു, അദ്ദേഹം വളർന്ന് മുതിർന്ന ആളായി മാറിയപ്പോ, പൂർണ്ണ വളർച്ച എത്തിയ ഒരാളായി മാറിയപ്പോ, വസ്തവ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുമുള്ള തികവാർന്ന ഒരു യുവാവായിട്ട് അദ്ദേഹം വളർന്ന് വലുതായപ്പോ, എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഫിറോവിന്റെ കൊട്ടാരത്തിൽ തന്നെ അവിടെയുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെയാണ് മൂസ അലൈഹി ഇസ്ലാം കൊട്ടാരത്തിലെ ഒരു അംഗം എന്നുള്ള നിലക്കാണ് ജീവിച്ചു വന്നത്. അങ്ങനെ മുതിർന്ന ഒരാളായി അദ്ദേഹം വളർന്നു വന്നു. വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ, അദ്ദേഹം വളർന്നു മുതിർന്ന ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ വളർച്ച പ്രാപിച്ച ആളായി. വസ്തവ, ആകാര സൗഷ്ഠവമൊക്കെ എല്ലാം തികവുള്ള വിധത്തില് അദ്ദേഹമായി.
പൂർണ്ണ വളർച്ചയെത്തി. അതുപോലെ കാഴ്ചയിലും അദ്ദേഹം തികവാർന്ന ഒരാളായിട്ട് മാറി. ആ ഒരു ഘട്ടം എത്തിയപ്പോ ആതൈനാഹു ഹുക്മം വ ഇൽമ, അദ്ദേഹത്തിന് നാം ഹുക്കുമും ഇൽമും നൽകുകയുണ്ടായി. അദ്ദേഹത്തിന് അറിവ് നൽകി, പ്രായോഗിക ബോധവും പക്വതയും ഒക്കെ നാം നൽകുകയുണ്ടായി. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആനിൽ ഈ പരാമർശം പ്രവാചകത്വം എന്ന സൂചനയിൽ, എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഘട്ടത്തില് അദ്ദേഹത്തിന് നാം ഹുക്കുമും ഇൽമും നൽകി എന്നത്, അദ്ദേഹത്തിന് നാം പ്രവാചകത്വം നൽകി എന്ന വിധത്തില് മനസ്സിലാക്കുന്നതിനൊരു തടസ്സമുണ്ട്, ഒരു പ്രയാസമുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ഈ ഘട്ടം പിന്നിട്ടൊരു 8-9 വർഷങ്ങള്, ഒരു 10 വർഷത്തോളമൊക്കെ കഴിഞ്ഞിട്ട് മദീനിലെ വാസം കഴിഞ്ഞ് ഈജിപ്തിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനായിട്ട് നിശ്ചയിക്കുന്നത് എന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ നേരത്തെ നമ്മൾ വായിച്ച സൂറത്തുകളിൽ വിവരിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഹുക്കുമും ഇൽമും നൽകി എന്നതിന് പ്രവാചകത്വം നൽകി എന്ന അർത്ഥം കൊടുത്തുകൊണ്ട് മനസ്സിലാക്കുന്നത് ശരിയല്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, വളർന്നു വരുന്ന ഒരു യുവാവ് എന്നുള്ള നിലക്ക് പക്വതയും പാകതയും കഴിവും അതുപോലെ കാര്യബോധവും ഒക്കെ നൽകി എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഒരു ചേർച്ചയുള്ളതായിട്ട് കാണാൻ സാധിക്കും. ആതൈനാഹു ഹുക്മം വ ഇൽമ. ഇൽമ് എന്നത് ആത്മീയവും ഭൗതികവുമായ അറിവാണ്. ഹുക്മു എന്നത് അതിന്റെ പ്രായോഗിക ബോധവും അതുപോലെ യുക്തിബോധവും കാര്യങ്ങളെ നടപ്പിലാക്കാനും നിർവഹിക്കാനും ഒക്കെയുള്ള ഒരു പരിജ്ഞാനവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രായോഗിക ബോധം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പൊ ഈ 2 ഗുണങ്ങളും അദ്ദേഹത്തിന് നാം നൽകുകയുണ്ടായി. അദ്ദേഹം യുവാവായി വളർച്ച പ്രാപിച്ച പക്വതയുള്ള ഒരു മുതിർന്ന ആളായി മാറിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് നാം ഹുക്കുമും ഇൽമും നൽകി അനുഗ്രഹിച്ചു. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ഉള്ള ആളുകൾക്ക് നാം ഈ വിധത്തിലാണ് പ്രതിഫലം നൽകുന്നത് എന്നുകൂടി അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇഹ്സാന് പ്രാധാന്യം കൊടുക്കുന്ന, മുഹ്സിനായി ജീവിക്കുന്ന ആൾക്ക് അള്ളാഹു അവര് വളർന്ന് മുതിർന്ന ആളുകളായി മാറുന്ന ഘട്ടത്തിൽ തന്നെ ഒരു കാര്യബോധം നൽകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അറിവും കാര്യബോധവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്, നിർവഹിക്കുന്നതിനൊക്കെയുള്ള ഒരു പ്രാപ്തിയും അതിനൊക്കെയുള്ള ഒരു കാര്യബോധവും ഒക്കെ ഉണ്ടാവും. ഇത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട്, വിശേഷിച്ച് നന്മ ഉള്ള ആളുകൾക്ക്. എല്ലാവരും അങ്ങനെ അല്ലല്ലോ, എല്ലാവരും നന്മയുള്ളവരും അല്ല. അതുപോലെ മുതിർന്ന് വളർന്നു വരുന്ന ഘട്ടത്തില് എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഹുക്കുമും ഇൽമും ഉള്ള ആളുകളായിട്ട് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലരൊക്കെ എങ്കിലും നമുക്ക് കൊള്ളരുതാത്തവരും ആശ്രയിക്കാൻ പറ്റാത്തവരും കുഴപ്പക്കാരും ഒക്കെ ആയിട്ട് ആണ് അനുഭവപ്പെടുക. ചില മുതിർന്നു വരുന്ന ഘട്ടത്തിലെ യുവാക്കള് ചിലരെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണുമ്പോൾ നല്ല ഒരു ചെറുപ്പക്കാരൻ, എന്തിനും യോഗ്യൻ, എന്തു കാര്യവും ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് എന്നൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ തോന്നും. അത് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞ ഒരു ദിശാബോധവും സത്യസന്ധതയും നന്മയും ഒക്കെ ഒരു സ്വഭാവപരമായിട്ട് തന്നെ ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലം കൂടിയാണ് ഈ ഹുക്കുമും ഇൽമും എന്നതാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂസ അലൈഹി ഇസ്ലാം വളർന്നു മുതിർന്ന ഒരാളായി മാറി. എല്ലാ നിലക്കും ഒരു പൂർണ്ണതയുള്ള തികവാർന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് മുതിർന്നു വന്നപ്പോ അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമായ സംഗതികളാണ് ഇൽമും ഹുക്കുമും. അത് നൽകി നാം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ അനുഗ്രഹത്തിന് അള്ളാഹു
സാധാരണഗതിയിൽ എല്ലാവരെയും പരിഗണിക്കും, അവര് മുഹ്സിനുകളാണെങ്കിൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഒരു ജസാ ആയിട്ട് അവര് ഇഹ്സാനിന് പ്രാധാന്യം നൽകുന്ന, നന്മക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രകൃതത്തോടു കൂടി വളർന്നു വരുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഇവിടെ ഹുക്കുമും ഇൽമും സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാ നിലക്കും തികവാർന്ന, യോഗ്യനായ, കഴിവുള്ള, ആശ്രയിക്കാൻ കൊള്ളാവുന്ന, ഒരു കാര്യബോധവും കാര്യഗൗരവവും ഒക്കെയുള്ള ഒരാളായിട്ട് മൂസ അലൈഹി ഇസ്ലാം ഒരു യുവാവായി മുതിർന്നു വന്ന ആ ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ ഒരിക്കൽ വദഖലൽ മദീനത അലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലി, അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നൊക്കെ കുറച്ച് അകലെയായിട്ട് പട്ടണത്തിലേക്ക്, ആളുകള് തിങ്ങി താമസിക്കുന്ന പട്ടണ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു. ആളുകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സമയത്തല്ല. ഒരുപക്ഷെ ആളുകള് അശ്രദ്ധയിലായിരിക്കുമ്പോ ഉറങ്ങുകയോ വിശ്രമ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തില് അദ്ദേഹം ജനവാസ കേന്ദ്രമായ പട്ടണത്തിലേക്ക് ചെന്നു. അത് യുവാവായി മുതിർന്ന ഒരാളായ ഘട്ടത്തിലാണ്. വദഖലൽ മദീനത, മദീന എന്ന് പറയുന്നത് പട്ടണം എന്ന് പറഞ്ഞാല് ജനങ്ങള് കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു കേന്ദ്രം, ആ നിലക്ക് മനസ്സിലാക്കുന്നതാണ്. ഇന്നത്തെ വ്യാവസായിക പട്ടണം എന്നോ അല്ലെങ്കിൽ ഈ കോസ്മോപൊളിറ്റൻ സിറ്റീസ് എന്നുള്ള അർത്ഥത്തിലാവണമെന്നില്ല. കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇടത്തിനാണ് പഴയകാലത്ത് മദീന എന്ന് പറയാറുണ്ടായിരുന്നത്. അത്രത്തോളം ഇല്ലാത്ത സ്ഥലങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഖറിയ എന്ന് പറയും. ഗ്രാമെന്നോ അല്ലെങ്കിൽ ചെറിയ പട്ടണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഖറിയ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പട്ടണ കേന്ദ്രത്തിലേക്ക് ഒരു ദിവസം എത്തുകയാണ്. യുവാവായതിനു ശേഷം മുതിർന്ന യോഗ്യനായ ഒരാള്, ശാരീരികമായും അതുപോലെ മാനസികമായും ഒക്കെ വളർച്ച നേടിയ, ഹുക്കുമും ഇൽമും ഒക്കെ നൽകപ്പെട്ട അവസ്ഥയിലുള്ള ഒരു നല്ല പക്വതയും പാകതയുള്ള ഒരു പ്രായം എത്തിയപ്പോഴാണ് അദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള നാട്ടിലെ ജനങ്ങളെ തിങ്ങി താമസിക്കുന്ന മദീനയിലേക്ക്, പട്ടണത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം അങ്ങനെ നടന്ന് ആ പ്രദേശങ്ങളൊക്കെ കാണുക ആയിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ വല്ല താല്പര്യത്തിലും പുറത്തിറങ്ങിയതാവണം. വദഖലൽ മദീനത അലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹ, പട്ടണത്തിലെ ആളുകള്, പട്ടണവാസികള് അശ്രദ്ധയിലായിരുന്ന ഒരു നേരത്താണ് അദ്ദേഹം പട്ടണത്തിലേക്ക് എത്തിയത്. അപ്പോ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹ എന്നാണ്, ആ പട്ടണത്തിന്റെ ആളുകളുടെ ഗഫ്ലത്തിലായിരുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവര് വളരെ സജീവമായി ഉണർന്നിരിക്കുന്ന, എല്ലാവരുടെയും ശ്രദ്ധ എല്ലാറ്റിലും പതിയുന്ന ഒരവസ്ഥയിലല്ല. കൂടുതൽ പേരും അശ്രദ്ധയിലും ഉറക്കത്തിലോ മയക്കത്തിലോ വിശ്രമത്തിലോ ഒക്കെ ആയിരിക്കാൻ ഇടയുള്ള ഒരു സമയത്താണ് മൂസ അലൈഹി ഇസ്ലാം ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്നത്. ഫവജദ ഫീഹ റജുലൈനി, ഇവിടെ ഉദ്ദേശിക്കുന്നത് പട്ടണത്തിൽ വളരെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ അവിടെയും ഇവിടെയൊക്കെ കാണപ്പെടുകയുണ്ടായുള്ളൂ, അങ്ങനെ ഒരു നേരാണത്. എല്ലാവരും പുറത്ത് പട്ടണത്തിലെ തെരുവോരങ്ങളിൽ കാണപ്പെടുന്ന ഒരു സമയത്തല്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് കാണാൻ കഴിയും. അലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഡെസേർട്ടഡ് ആണ്, നല്ല ജനവാസമുള്ള പട്ടണം തന്നെയാണെങ്കിൽ പോലും ആരും അങ്ങനെ വെളിയിലിറങ്ങി പുറത്ത് കാണപ്പെടുന്ന ഒരു നേരമായിരുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ വജദ ഫീഹ റജുലൈനി, അപ്പോഴാണ് പട്ടണത്തിലേക്ക് മൂസ അലൈഹി ഇസ്ലാം കടന്നു ചെല്ലുന്നതും അവിടെ രണ്ടാളുകളെ അദ്ദേഹം കാണാനിടയാകുന്നത്. ഈ രണ്ടാളുകൾ എന്താണ് ചെയ്യുന്നത്? യഖ്തത്തിലാനി, അവര് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, പരസ്പരം അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാളുകള് പരസ്പരം അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. ആരാണ് ഈ രണ്ടാളുകള്? ഹാദാമിൻ ഷിയഅതിഹി വഹാദാമിൻ അദുവിഹി. ഒരാള്, ഇയാൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ ഷിയഅത്തിൽ പെട്ടതാണ്, അദ്ദേഹത്തിന്റെ തന്നെ വംശത്തിൽ പെട്ട ബനു ഇസ്രായേൽക്കാരനാണ്.
ഷിയത്ത് എന്ന് പറഞ്ഞാൽ സംഘം, വിഭാഗം എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ ഷിയ സുന്നി സംസാരം ഉണ്ടല്ലോ, അതിലെ ഷിയ എന്ന അതേ വാക്ക് തന്നെയാണിത്. ഷിയത്ത് എന്ന് പറഞ്ഞാൽ സംഘം, വിഭാഗം എന്നൊക്കെയാണ്, കക്ഷി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ രണ്ട് കക്ഷികള്, രണ്ട് വിഭാഗത്തിൽ പെടുന്ന ആളുകള്, ഒരാള് മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ കുലത്തിൽപ്പെട്ട ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഒരംഗം, മറ്റത് ബനു ഇസ്രായേൽ സമൂഹത്തെ ശത്രുക്കളെ അവരോട് ശത്രുതയോടുകൂടി അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഖബ്തി വംശത്തിൽപ്പെട്ട ഒരാള്. ഖബ്തികളാണ് ഫിറോവിന്റെ നേതൃത്വത്തില് ബനു ഇസ്രായേൽ സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതും അവരെ നാട്ടിലെ ഏറ്റവും ദുർബലരായ വിഭാഗമാക്കി മാറ്റുന്നതും ഒക്കെ. അവർക്കുള്ള അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെയുള്ള സാധ്യതകൾ അടച്ചിട്ടുകൊണ്ടും ഒക്കെ അവരെ എല്ലാ നിലക്കും അവരുടെ വളർച്ചയും മുന്നോട്ടുള്ള ഗമനവും ഒക്കെ തന്നെ പ്രയാസകരമാക്കി മാറ്റുന്ന വിധത്തിലുള്ള ഒരു പോളിസി സ്വീകരിച്ചുകൊണ്ട് അവരെ ദുർബലരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫിറോവിനും കൂട്ടരും. അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ ആളുടെ ശത്രുവായ അപരൻ, മറ്റൊരാള്. അപ്പോ ഹാദാ മിൻ ഷിയത്തിഹി, ഇയാള് മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട കക്ഷിയിൽ തന്നെ പെട്ട ഒരാളാണ്. മറ്റേ ആള് അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ പെട്ട ആളുമാണ്. അങ്ങനെ തുടർന്ന് അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന, അടിപിടി കൂടുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് വരുന്നത്. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി. അപ്പൊ ഈ രണ്ടാളുകൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യം അറിയാനിടയായപ്പോ അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽ പെട്ട ഒരാള് ആണല്ലോ ആ അടികൂടുന്നതിൽ രണ്ടാളുകളിൽ ഒരാള്, അദ്ദേഹം സഹായം തേടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, സംസാരിച്ചു. ഫസ്തഗാസ, ഇസ്തിഗാസ എന്നുള്ളത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കായിരിക്കും, തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ ആ വാക്ക് തന്നെയാണ്. ഫസ്തഗാസഹു, അദ്ദേഹത്തിനോട് ഗൗസ് തേടി. ഗൗസ് എന്ന് പറഞ്ഞാല് നസ്റാണ്, സഹായമാണ്. അപ്പോ സഹായിക്കണേന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് വിളിച്ചു പറഞ്ഞു. ആരാണ്? അല്ലദീ മിൻ ഷിയഅതിഹി, അദ്ദേഹത്തിന്റെ തന്നെ കക്ഷിയിൽപ്പെട്ട ഈ അടിപിടി കൂടുന്ന രണ്ടാളുകളിൽ ഒരാൾ തന്നെ സഹായിക്കണേ എന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് വിളിച്ചു പറഞ്ഞു. അലല്ലദീ മിൻ അദുവ്വിഹി, തന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് എതിരില് തന്നെ സഹായിക്കണമേ, പിന്തുണയ്ക്കണമേ എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ആള് വിളിച്ച് പറയുകയുണ്ടായത്, സഹായം തേടുകയുണ്ടായത്. ഫവഖസഹു മൂസ, അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അയാളെ ഒരു ഇടിയിട്ട് കൊടുത്തു. ഈ സഹായം തേടിയ ആളോട് പോരടിച്ചു കൊണ്ടിരുന്ന മറുവിഭാഗത്തിൽപ്പെട്ട ആൾക്ക് മൂസ അലൈഹി ഇസ്ലാം ഒരു ഇടി വെച്ചു കൊടുത്തു. ഫവഖസഹു, ഇടിച്ചു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്, കൂടുതൽ ശരിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അടിച്ചു, പ്രഹരിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തില് അത് ഉപയോഗിക്കാം, നമുക്ക് അങ്ങനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ഒരൊറ്റ തവണ ഒന്നും കൈവച്ചിട്ടേ ഉള്ളൂ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫവഖസഹു മൂസ, മൂസ അലൈഹി ഇസ്ലാം അയാളെ ഒന്ന് ഇടിച്ചു, ഈ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളെ ഒന്ന് ഇടിച്ചു. മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇവിടെ സഹായം തേടി മൂസ അലൈഹി ഇസ്ലാമിനോട് വിളിച്ച് പറഞ്ഞത്. മൂസ അലൈഹി ഇസ്ലാം തന്റെ വർഗത്തിൽപ്പെട്ട, തന്റെ വിഭാഗത്തിൽപ്പെട്ട ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാള് തന്നോട് സഹായം ചോദിക്കുന്നു. മറുഭാഗത്തുള്ള ആള് തന്റെ എതിർകക്ഷി ശത്രുക്കളിൽപ്പെട്ട ആളാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടെ രംഗത്തുള്ളത്. അപ്പൊ തന്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരാള് സഹായം ചോദിച്ചപ്പോ മൂസ അലൈഹി ഇസ്ലാം ഇടപെട്ടുകൊണ്ട് ശത്രു വിഭാഗത്തിൽപ്പെട്ട അയാളുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ഇടി വെച്ചു കൊടുത്തു. ഇതാണ് ഉണ്ടായത്. ഫഖളഅ അലൈഹി, അതോടെ അയാളുടെ കാര്യം കഴിഞ്ഞു, അയാളുടെ കഥ കഴിഞ്ഞു, അയാള് കൊല്ലപ്പെട്ടു.
ഫഖളാ അലൈഹി, ഒരു ഇടി വെച്ചു കൊടുത്തതോടുകൂടി അയാള് മരിച്ച അവസ്ഥയിലായി. അയാളുടെ കാര്യം അതോടെ തീർപ്പായി. ഖളാ എന്ന് പറഞ്ഞ ഖാലി എന്നൊക്കെയുള്ള വാക്കുണ്ടല്ലോ, അതേ വാക്കിന്റെ വേറെ രൂപമാണ് ഖളാ എന്ന്. ഖളാ, വിധി തീർപ്പ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്കാണ്. അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആ ഒരു ഇടി കൊണ്ട് തന്നെ ആയിപ്പോയി. ഫഖളാ അലൈഹി, അവൻ അതോടെ മരിച്ചു വീണു. ഇതാണ് സൂചിപ്പിക്കുന്നത്. ഖാല, അത് മൂസാ അലൈഹി ഇസ്ലാമിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം ആരെയും കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പരിധി വിട്ടുകൊണ്ട് എന്തെങ്കിലും ആക്രമിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം ഒന്ന് കൈവച്ചിട്ടേ ഉള്ളൂ. ഫവഖസഹു എന്നാണ് ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫവഖസഹു മൂസ, മൂസ അലൈഹി ഇസ്ലാം അയാളെ ഒരു ഇടി കൊടുത്തു, അത്രേ ഉള്ളൂ. അതൊരു മർമ്മത്തിലൊക്കെ ആയിപ്പോയി കാണണം. എന്തായാലും അയാൾ മരിച്ചു വീണു. ആ ഒരു ഇടിയിൽ തന്നെ അയാൾ മരിച്ചുപോയി. ഫഖളാ അലൈഹി, അവന്റെ കാര്യം അതോടെ തീർപ്പായി. ഇതാണ് ഇവിടെ പറയുന്നത്. ഖാല, അപ്പോ മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹം ഉദ്ദേശിക്കാതെ തന്നെ ഒരാള് അദ്ദേഹത്തിന്റെ കയ്യാൽ കൊല്ലപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണല്ലോ. അത് വല്ലാത്ത ഞെട്ടലായി. അദ്ദേഹം അങ്ങ് മരിച്ചു വീണ പോലെ ആയി. അത് കണ്ട് മൂസ അലൈഹി ഇസ്ലാമിന് വല്ലാത്ത ഷോക്കായി. അദ്ദേഹം പറയുന്ന ഹാദ മിൻ അമലി ശൈത്വാൻ, ഇത് ശരിക്കും പിശാചിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചത്, ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു ഫലം അതുകൊണ്ടുണ്ടായത്, അത് ഒരു പൈശാചികമായ സംഗതി തന്നെയാണല്ലോ. ഇത് മൂസ അലൈഹി ഇസ്ലാം ഒരു പക്ഷെ അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചൊക്കെ വല്ലാതെ ആലോചിച്ചു പോയിട്ടുണ്ടാവണം കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഇവിടെ ബനു ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഖിബ്തി വിഭാഗത്തിൽ ഭരണവർഗത്തിൽപ്പെട്ട ഒരാളെയാണ് ഇടിച്ചിട്ടിരിക്കുന്നത്. അതോടെ അയാൾ മരിച്ചും പോയല്ലോ. അത് ആ കൊന്ന ആളിലും കൊല്ലപ്പെട്ട ആളിലും പരിമിതമായി നിൽക്കുന്ന ഒരു വിഷയം ആവുകയില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വർഗീയ വികാരം ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതൊരിക്കലും തന്നെ ഒരാളിലോ ഒരു കുടുംബത്തിലോ പരിമിതമാവുകയില്ല. അത് കത്തിപ്പടരും, നാട്ടിലാകെ വലിയ കലാപങ്ങളാവും. ഒരുപക്ഷെ ബനു ഇസ്രായേൽക്കാർക്ക് എതിരില് അവിടുത്തെ സംഘടിത ഭരണവർഗം അതിശക്തമായ തിരിച്ചടിയുമായിട്ട് രംഗത്ത് വരാനൊക്കെ അത് കാരണമായി എന്ന് വരും. അപ്പൊ അത് ശരിക്കും നാട്ടില് കലാപവും കുഴപ്പവും ഉണ്ടാക്കാൻ ഒരു ഹേതുവാക്കാൻ വേണ്ടി പിശാച് ചെയ്തൊരു പണിയാണ്, തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന വിധത്തിൽ ഒരു തിരിച്ചറിയൽ ആണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം ആ ഘട്ടത്തില് പറഞ്ഞത് ഇങ്ങനെയാണ്: ഹാദാ മിൻ അമലി ശൈത്വാൻ, ഇത് തനി പിശാചിന്റെ പ്രവർത്തനമായി പോയല്ലോ. ഇന്നഹു അദുവ്വുൻ, നിശ്ചയമായിട്ടും അവൻ ശത്രുവാണ്. മുളില്ലും മുബീൻ, വളരെ വ്യക്തമായി തന്നെ വഴിപിഴപ്പിക്കുന്ന ശത്രുവാണ് പിശാച്. നമ്മളെ മര്യാദക്ക് നേരാവണ്ണമൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന, എന്നിട്ട് അത് വലിയ സങ്കീർണതയാക്കി മാറ്റുന്ന, ആളുകളെ കൂടുതൽ പ്രതിസന്ധികളിൽ അകപ്പെടുത്തുന്ന ഒരു പണിയാണ് ഇവിടെ ഈ പിശാച് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാം തിരിച്ചറിയുന്നത്. ഇന്നഹു അദുവും മുളില്ലും മുബീൻ. അദുവ് എന്ന് പറഞ്ഞ ശത്രു, മുളില് എന്ന് പറഞ്ഞ പിഴപ്പിക്കുന്നവൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടും ഒരു സംശയവും ഇല്ല. ഈ ഒരു പണിയുണ്ടല്ലോ, ഈ ഖിബ്തി വർഗത്തിൽപ്പെട്ട ഒരാളെ ഇടിച്ചിട്ട് മരിക്കാനിടയായി എന്നത് ഒരിക്കലും തന്നെ ഒരു ഉദ്ദേശപൂർവം ഒരു മൂസ അലൈഹി ഇസ്ലാമോ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. ഇത് വലിയ കുഴപ്പം ആളിക്കത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പിശാച് എന്നെ കൊണ്ട് ചെയ്യിച്ച ഒരു പണിയാണ് എന്ന നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം അത് കാണുന്നത്. അദ്ദേഹം
അതിന്റെ അനന്തരഫലം കൂടി അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു അംഗം ആയിട്ടും കൊട്ടാരത്തിൽ വളരാൻ രാജാവിന്റെയും കൊട്ടാരത്തിലെ ആളുകളുടെയും ഒക്കെ ലാളന ഏറ്റുവാങ്ങിക്കൊണ്ട് വളരാൻ അവസരം കിട്ടിയിട്ട് ഈ ആള് ടിബത്തി വംശത്തിനെതിരിൽ തന്നെ തിരിയുകയാണ് എന്നത് വളരെ എളുപ്പം പ്രചരിപ്പിക്കപ്പെടും. ബനൂ ഇസ്രായേൽക്കാരനാണ് ഈ ടിബത്തി വംശക്കാരനെ ഇടിച്ചിട്ടത് എന്ന കാര്യം കാട്ടുതീ പോലെ എങ്ങനെയുണ്ട് പടർന്നു പിടിക്കും. അതോടെ നാട്ടില് വളരെ വ്യാപകമായ തോതിലുള്ള വർഗീയ ലഹളയും കലാപങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിരന്തരമായി ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അടിച്ചമർത്തലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിലെ അംഗമാണ് കുറ്റവാളിയായിട്ട് ആളുകൾക്ക് കാണാൻ സാധിക്കുക. അപ്പോ അവരുടെ നേരെ തിരിച്ചടികൾ നടത്താൻ വേണ്ടി രംഗത്ത് വരിക എന്നത് ഭരണവർഗത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളതും വളരെ വലിയ പ്രത്യാഘാതങ്ങളുള്ള വിധത്തിൽ നടപ്പിലാക്കാൻ സാധ്യതയുള്ളതും ഒക്കെ ആയ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമ്മളിപ്പോ പത്രം വായിക്കുമ്പോൾ പലപ്പോഴും ചില അപ്രിയകരമായ വാർത്തകൾ കാണുമ്പോൾ അതിൽ പരാമർശിക്കപ്പെടുന്ന പേരുകൾ ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്ന് നോക്കി പോവാറുണ്ട്. അത് നമ്മുടെ ഈ ചുറ്റുപാടും സാഹചര്യമൊക്കെ അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ ഒരു സമുദായത്തെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇനിയും അവരുടെ നേരെ ജനങ്ങളുടെ ക്രോധം ഉണ്ടാകാൻ കാരണമാകുന്ന വാർത്തകൾ കാണേണ്ടി വരുമ്പോ അത് വായിക്കുന്ന ആളുകളിൽ ഒരു ഞെട്ടലുണ്ടാക്കും. വാർത്ത വായിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകള് അവരെ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നത് തിരിച്ചറിയുന്ന വിധത്തില് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചു പോകും. അതൊരു സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരു സംഗതിയാണ്. ഇതേപോലെ തന്നെ ഒരു അവസ്ഥ ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ഇയാളെ ഇടിച്ചിട്ടപ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം അതിനെക്കുറിച്ച് വലിയ ബോധവും ഇവിടെ കാണിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ വലിയ ദ്രോഹം ഏൽപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഒന്ന് കൈവച്ചേ ഉള്ളൂ. ബനൂ ഇസ്രായേൽക്കാരന് അയാളുടെ പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ ഒന്ന് അതിനൊരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് കൈവച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അത് മർമ്മത്തിലായിപ്പോയി, അയാള് മരിച്ചു വീഴുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഉണ്ടായപ്പോ അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയെടുത്തതില് പിശാചിന് തീർച്ചയായിട്ടും ഒരു പങ്കുണ്ട് എന്നത് മൂസ അലൈഹി ഇസ്ലാം അനുമാനിക്കുകയാണ്. കാരണം ഇങ്ങനെ ഓരോ സംഗതി ഉണ്ടാക്കി നാട്ടില് പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടാക്കുക, എന്നിട്ട് ഇവിടെ വൈരം ആളിക്കത്തിക്കുക എന്നൊക്കെ ഉള്ളത് പിശാചിന്റെ താല്പര്യങ്ങളിൽ പെട്ടതാണല്ലോ. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം തനിക്ക് പറ്റിയ ആ തെറ്റ് കേവലമായ ഒരു കൈപ്പിഴ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പിശാച് സമൂഹത്തിലെ ലക്ഷ്യമിട്ടുകൊണ്ട് വൈരം വളർത്താൻ, ശത്രുത വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യിച്ചൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. ആദാമിൻ അമലി ഷെയ്ത്താൻ ഇന്നഹു അദുവും മുളില്ലും മുബീൻ എന്നാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പറയുന്നത്. പടച്ച തമ്പുരാൻ ഇത് പിശാചിന്റെ ഒരു പ്രവർത്തനമായി പോയല്ലോ. പിശാചാണെങ്കിലോ വളരെ വ്യക്തമായിട്ടും മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന ശത്രുവാണ് എന്ന കാര്യം അത് ഒരു അല്പം കടുപ്പമുള്ള വിധത്തിൽ മൂസ അലൈഹി ഇസ്ലാം ആ ഘട്ടത്തിൽ തിരിച്ചറിയണം. അപ്പോ അദ്ദേഹം ആ ഘട്ടത്തിൽ അള്ളാഹുവിനോടായിട്ട് പ്രാർത്ഥിച്ചു ഇങ്ങനെ, റബ്ബി ഇന്നി ലലംതു നഫ്സി, പടച്ച തമ്പുരാനെ ഞാൻ എന്നോട് തന്നെ വലിയ അക്രമം ചെയ്തു പോയി. ഞാൻ തന്നെ ഉദ്ദേശിക്കാതെ ഞാൻ ഈ ഒരു വലിയ തെറ്റുകാരനായി മാറിയിരിക്കുകയാണ്. എന്നോട് തന്നെയാണ് ഈ അക്രമം ചെയ്തിട്ടുള്ളത്. കാരണം ഒന്നാമത് ആ അക്രമം ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. അങ്ങനെ ഈ അക്രമം ചെയ്യുക വഴി യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ആത്മാവിനോട് തന്നെയാണ് വലിയ ദ്രോഹം ചെയ്തു പോയിട്ടുള്ളത്. ഇന്നി ലലംതു നഫ്സി,
എന്ന് പറഞ്ഞിട്ട് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് ഫഗ്ഫിർ ലീ എന്നാണ്, എനിക്ക് നീ പുറത്തു തരണേ എന്നാണ്. ഫഗഫറ ലഹു, അള്ളാഹു തുടർന്ന് പറയാണ്, അവൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയുണ്ടായി ഉടനെ തന്നെ. അപ്പൊ ഈ ജഹാലത്തിൽ ഒരു വലിയ തെറ്റ് സംഭവിച്ചു പോയതിന്റെ തൊട്ടുടനെയായിട്ട് മൂസ അലൈഹി ഇസ്ലാം വലിയൊരു തിരിച്ചറിവോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, പൊറുക്കലിന് തേടുകയാണ്. അള്ളാഹു ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും പുറത്തു കൊടുത്തു എന്ന് അറിയിക്കുകയും ചെയ്യും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണ ഉടയവനുമാണ് അള്ളാഹു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അപ്പൊ ഇത് ജനങ്ങൾ പുറത്തു കൊടുത്തു എന്നോ, ഭരണകൂടം പുറത്തു കൊടുത്തു എന്നോ, ന്യായാധിപൻ പുറത്തു കൊടുത്തു എന്നോ, അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുക്കൾ പുറത്തു കൊടുത്തു എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. അള്ളാഹു, അവന് മൂസ അലൈഹി ഇസ്ലാമിനെ നന്നായിട്ട് അറിയാലോ. മൂസ അലൈഹി ഇസ്ലാം ഉദ്ദേശപൂർവ്വം ചെയ്തതല്ല ഈ തെറ്റ് എന്നതും, പിശാച് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നതും, വിശാലമായ അർത്ഥത്തില് ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നതിന് അള്ളാഹുവിന് അവന്റേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതും ഒക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ചില മുഫസ്സിറുകൾ ഈ പുറത്തു കൊടുത്തു എന്നതും പുറത്തു തരാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടതും അതിന്റെ ഭാഗമായിട്ട് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടാത്ത വിധത്തിൽ അതിനെ മൂടി വെക്കണമേ എന്നുള്ള ഒരു അർത്ഥത്തിൽ കൂടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമ്മുടെ വീഴ്ചകള്, നമുക്ക് പറ്റുന്ന തെറ്റുകള് ജനങ്ങള് കാണുമ്പോ, ജനങ്ങൾ അറിയാനിടയാകുമ്പോ അതിന് ഇരട്ടി പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. തെറ്റ് ചെയ്തു എന്നത് തന്നെ വലിയൊരു പ്രത്യാഘാതമുള്ള കാര്യമാണ്. അത് ആളുകൾ അറിയാനിടയാകുന്നു എന്ന് വരുമ്പോ അത് കൂടുതൽ പ്രത്യാഘാതങ്ങളും സങ്കീർണതകളും ഉള്ളതായിട്ട് മാറും. അത് വിശേഷിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു സമുദായത്തിലെ അംഗം എന്നുള്ള നിലക്ക് മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അത് തന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റായിട്ട് പരിഗണിക്കപ്പെടാതെ പോയാൽ അതൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ ബനു ഇസ്രായേൽ സമൂഹത്തിന് എതിരിൽ തന്നെ ഉണ്ടായി വരാനിടയുള്ള ഒരു വംശീയ കലാപമായിട്ട് മാറി എന്നൊക്കെ വരും. അപ്പോ മൂസ അലൈഹി ഇസ്ലാം പുറത്തു തരണം എന്ന് ആവശ്യപ്പെട്ടത് തനിക്ക് ഇപ്പൊ സംഭവിച്ചു പോയ തെറ്റ് പുറത്തു തരിക എന്നത് കൂടാതെ അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടാതെ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഘട്ടം വരേക്കെങ്കിലും ആളുകളുടെ ശ്രദ്ധയിൽ വരാതെ നിന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോ പുറത്തു തരാൻ വേണ്ടിയാണ് ഫഗ്ഫിർ ലീ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, പ്രാർത്ഥിച്ചത്. ഫഗഫറ ലഹു, അള്ളാഹു തുറന്നു പറയുന്നതാണ്, അവൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം വരെ ഒരു കുറ്റമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരിൽ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്, അദ്ദേഹത്തെ തടവിലിടേണ്ടതുണ്ട് എന്നുള്ള നിലക്കല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ള നിലക്കല്ല. ഭൗതിക ലോകത്ത് കാര്യകാരണ സഹിതം കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകളുടെ നടപടികളൊക്കെ ഏത് സമൂഹത്തിലും അതിനുണ്ടാകും. പക്ഷെ അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ആന്തരിക രഹസ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പൊ പിന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതിനെ അള്ളാഹു തന്നെ നിയന്ത്രിച്ചു നിർത്തും. ഇവിടെ സംഭവിക്കുന്നതും അതാണ്. മൂസ അലൈഹി ഇസ്ലാം ഉദ്ദേശപൂർവം ഒരു കൊലപാതകം ചെയ്യാനോ അയാളെ ജീവൻ എടുക്കാനോ ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നും ചെയ്തതല്ല. ഇത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ് അള്ളാഹു എന്ന് തുറന്നു പറയുക. ഖാല, അപ്പോ ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോടായിട്ട് ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യാണ്. റബ്ബി ബിമാ അൻഅംത അലയ്യ,
പടച്ച തമ്പുരാനെ, നീ എനിക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നല്ലോ, നീ ഒരു വലിയ നിയമത്ത് എനിക്ക് ചെയ്തു തന്നതാണല്ലോ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം തന്നെ നടത്താൻ കാരണമായതിനു ശേഷം അത് തൽക്കാലത്തേക്ക് ആരുടെയും ശ്രദ്ധയിൽ വരാതെ അദ്ദേഹത്തെ അള്ളാഹു കാത്തു സംരക്ഷിച്ചു എന്നത്, അത് അള്ളാഹു അദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള വലിയൊരു നിയമത്താണ്. അത് ഫലൻ അഖൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, അത് കാരണമായിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഇനിയൊരിക്കലും തന്നെ കുറ്റവാളികൾക്ക് വേണ്ടി, മുജ്രിമുകൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുന്നവൻ ആവുകയില്ല ഞാൻ എന്നാണ് മൂസാ അലൈഹി ഇസ്ലാം ആ ഘട്ടത്തില് അള്ളാഹുവിനോട് ഒരു കരാറ് ചെയ്യുന്നത്, ഒരു വാഗ്ദാനം ചെയ്യുന്നത്. ഇനിമേൽ ഞാൻ മുജ്രിമുകളോടൊപ്പം നിലകൊള്ളുകയില്ല എന്ന്. പല അർത്ഥ സൂചനകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ബനു ഇസ്രായേൽക്കാരനായ ആള്, സഹായം തേടിയ ആള് കുറ്റകരമായ നിലക്കാണ് ഖിബ്തിയായ ആൾക്കെതിരിൽ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്നൊരു സൂചന അതിൽ വേണമെങ്കിൽ കാണാം. അപ്പോ ഇവിടെ മുജ്രിമ് ആ ബനു ഇസ്രായേൽക്കാരനാണ്. ബനു ഇസ്രായേൽക്കാരനായ ആ കുറ്റവാളിയെ സഹായിക്കുന്നവൻ ഇനിമേൽ ഞാൻ അങ്ങനെയുള്ള കുറ്റവാളികളെ സഹായിക്കുന്നവൻ ആവുകയില്ല എന്ന് മൂസാ അലൈഹി ഇസ്ലാം, അതൊരു വംശീയ വർഗീയ സാമുദായിക ബോധത്തിൽ നിന്നുണ്ടായതാണല്ലോ. നീതിയുടെ പക്ഷം ആരുടേത്, ശരിയുടെ പക്ഷം ആരുടേത് എന്നൊന്നും വിലയിരുത്താതെ കണ്ട് സ്വന്തം കക്ഷിയിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി മൂസാ അലൈഹി ഇസ്ലാം രംഗത്ത് വരികയാണല്ലോ ചെയ്തിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഈ ബനു ഇസ്രായേൽക്കാരന്റെ ഭാഗത്തായിരിക്കണം എന്നില്ല ന്യായം. അവര് തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെയും അടിപിടിയുടെയും ന്യായം ഒരുപക്ഷെ ആ ബനു ഇസ്രായേൽക്കാരന്റെ പക്ഷത്തായിക്കൊള്ളണമെന്നില്ല. കൊല്ലപ്പെട്ട ഖിബ്തിയുടെ പക്ഷത്താവാനും സാധ്യതയുണ്ട്. അല്ലാഹു ആലം. യഥാർത്ഥത്തിൽ ബനു ഇസ്രായേൽക്കാർ ആ ഘട്ടത്തില് എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുമുള്ള ജീർണതകളിൽ അകപ്പെടുന്ന ആളുകളായി മാറുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് അവരുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഒരു സമൂഹം തഴയപ്പെടുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും ഭരണപരമായും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരികയും താഴ്ത്തിക്കെട്ടുന്ന ഒരു അനുഭവം ഏറ്റുവാങ്ങേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ അവര് ധാർമ്മികമായിട്ടും പല തകർച്ചകളും നേരിടും. അവരുടെ കൂട്ടത്തില് കുറ്റവാളികള് പെരുകും. പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. കുറ്റവാസന പെരുകും, തിന്മ പെരുകും, അധാർമികതയും അരാജകത്വവും ഒക്കെ അങ്ങനെയുള്ള തഴയപ്പെടുന്ന സമൂഹങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാവാനൊക്കെ കാരണമാണ്. ആ ഒരു സംഗതി ആവാം ഒരു പക്ഷേ ഈ ഏറ്റുമുട്ടലില് ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽക്കാരന് അങ്ങനെ ഒരു തെറ്റിന്റെ ഭാഗത്ത് ആയിരിക്കണം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കുക. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ മൂസാ അലൈഹി ഇസ്ലാം പറയുന്നത് തന്റെ വംശത്തിൽ തന്നെ പെട്ട ആളാണെങ്കിലും മുജ്രിമായ ഒരാളുടെ അയാളെ സഹായിക്കുന്ന, അയാൾക്ക് പിന്തുണ നൽകുന്ന ഒരു നിലപാട് എന്റെ ഭാഗത്തുനിന്ന് ഇനി മേലിൽ ഉണ്ടാവുകയില്ല എന്നാണ് മൂസാ അലൈഹി ഇസ്ലാം പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു നിലക്കും ഇത് വായിക്കപ്പെടുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാം ഫിറഔന്റെ കൊട്ടാരത്തിലാണ് വളരുന്നത്. ഫിറഔൻ ആണ് നാട്ടിൽ വലിയ അരാജകത്വവും അക്രമവും ഒക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ബനു ഇസ്രായേൽ സമൂഹത്തിനെ ദുർബലരാക്കുകയും അവരെ താഴ്ത്തിക്കെട്ടുകയും അപരവൽക്കരിക്കുകയും അവരെ അടിമ വേല ചെയ്യിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭരണ സംവിധാനത്തിന്റെ, ഭരണക്രമത്തിന്റെയും ഭരണാധികാരികളുടെയും ഒക്കെ ഒരു കയ്യാളായിട്ടാണല്ലോ മൂസാ അലൈഹി ഇസ്ലാം അതുവരെ ജീവിച്ചിരുന്നത്. കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്, ഫിറോവിന്റെ ആളായിട്ട്, ഫിറോവിന്റെ ഒരു വളർത്തുപുത്രനോ ദത്തുപുത്രനോ ഒക്കെ ആയിട്ടാണല്ലോ അവിടെ ഉള്ളത്. അപ്പോ മുജ്രിമുകളായിട്ട് ഫിറോവിനും ഫിറോവിന്റെ കൂട്ടരും എന്ന നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇനിമേൽ ഈ അധികാരി വർഗത്തോടൊപ്പം അവരുടെ ഉപ്പും ചോറും കഴിച്ചുകൊണ്ട്
ഞാൻ അവരോടൊപ്പം നിലകൊള്ളുകയില്ല. എന്റെ കൊട്ടാരവാസം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നീതിക്കും നന്മക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിട്ടേ ഞാൻ ഇനി ഉണ്ടാവുള്ളൂ. ലാലിമുകളായ മുജ്രിമുകളായ ആളുകൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് നിലകൊള്ളുന്നവനായിട്ട് ഇനിമേൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് മൂസ അലൈഹിസ്സലാം ആ ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുന്നതായിട്ടും ഈ വാക്യത്തെ വായിക്കുന്ന മുഫസ്സിറുകളുണ്ട്. രണ്ടിനും സാധ്യതയുണ്ട്. അതൊരു തിരിച്ചറിവിന്റെ ഘട്ടമാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തെറ്റ് സംഭവിച്ചു എന്നത്, അദ്ദേഹത്തിന്റെ മേൽ അങ്ങനെ ഒരു കുറ്റം വന്നു ചേർന്നു എന്നത് കണ്ണു തുറക്കാൻ കാരണമായ ഒരു സംഗതിയാണ്. കണ്ണു തുറക്കുന്നതിന്റെ സ്വാഭാവികമായ ഫലം മുജ്രിമായിട്ട് തന്റെ വംശത്തിൽ തന്നെ പെട്ട ഒരാളാണ് വരുന്നതെങ്കിലും അയാളുടെ കൂടെ നിന്നൂടാ, അയാളെ സഹായിച്ചൂടാ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകാം. അതേപോലെ തന്നെ താൻ നിലകൊള്ളുന്നത് ഏത് ഭരണവർഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, കൊട്ടാരത്തിന്റെ ആളായിട്ടാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടില് ഒരു വിഭാഗത്തെ അടിച്ചമർത്തി വംശീയമായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണവർഗത്തിനോടൊപ്പം, കുറ്റവാളികളായ ആ സമൂഹത്തോടൊപ്പം അവരുടെ ഒരാളായിക്കൊണ്ട്, അവരെ സഹായിക്കുന്നവനായിക്കൊണ്ട് ഇനിമേൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് ആ തിരിച്ചറിവിന്റെ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം പറയുന്നതായിട്ടും മനസ്സിലാക്കാം. രണ്ടും ഒരുപോലെ സാധ്യതയുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതേണ്ടതില്ല. നമുക്കൊരു വീഴ്ച പറ്റുമ്പോഴാണ് നമ്മുടെ നിലപാടുകളെല്ലാം നമ്മൾ പുനഃപരിശോധിക്കുക. ഒരു വലിയ അമളി പറ്റുകയും ഒന്ന് വീണു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ പലതും നമ്മൾ ഒരുമിച്ച് കാണും. നേരത്തെ ഇസ്രായേൽക്കാരനെ സഹായിച്ചത്, ബനു ഇസ്രായേൽക്കാരനെ സഹായിക്കാൻ വേണ്ടി സെബത്തി വംശത്തിൽപ്പെട്ട ആളെ ഇടിച്ചതും അതില് സംഭവിച്ച തെറ്റും, ഇതുവരെയും താൻ കൊട്ടാരത്തിന്റെ ആളായി നിലകൊണ്ടുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഭരണവർഗത്തെ സഹായിച്ചുകൊണ്ട് നിലകൊണ്ടതിലെ തെറ്റും ഒരേ സമയത്ത് മൂസ അലൈഹി ഇസ്ലാം മനസ്സിലാക്കിക്കൊണ്ട് കണ്ണു തുറക്കുന്നു എന്നത് നമുക്ക് കാണുന്നതിൽ യാതൊരു പിഴവുമില്ല, പിശകുമില്ല. അപ്പോ ഈ കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ഒരു പ്രതിജ്ഞ എന്നുള്ള നിലക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: അള്ളാഹുവേ, നീ എന്നെ ഈ വലിയ അബദ്ധം എനിക്ക് പറ്റിയതില്, എനിക്ക് സംഭവിച്ച ഈ വലിയ ഈ കൈപ്പിഴയില് എന്നെ നീ സഹായിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. അത് കാരണമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുറ്റവാളികളെ സഹായിക്കുന്നവനായി മാറുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അവസാനത്തെ വാചകം അത് വലിയ പ്രാധാന്യത്തോടു കൂടി മുസ്ലിം പണ്ഡിതന്മാര്, ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പരിഗണിച്ചതായിട്ട് കാണാൻ കഴിയും. ഫലൻ അഖൂന ലഹീറൻ ലിൽ മുജ്രിമീൻ എന്ന്. മുജ്രിമുകളുടെ സഹായിയായിട്ട് ഞാൻ നിലകൊള്ളുകയില്ല. മുജ്രിമാവുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്, കുറ്റവാളിയാവുക എന്നതാണ്. പക്ഷെ കുറ്റവാളിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളാകാൻ പറ്റുമോ എന്നൊരു സ്വാഭാവികമായ ഒരു ചോദ്യം. ഉദാഹരണത്തിന്, ഒരു ഭരണകൂടം ഏതെങ്കിലും ഒരു വിഭാഗത്തോട് വളരെ കടുത്ത അക്രമപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഭരണം നിർവഹിക്കുന്നത് എന്ന് വെക്കുക. ആ ഭരണ നിർവഹണത്തിന് സഹായകമായിട്ട് അയാളുടെ സിവിൽ സർവീസിന്റെ ഒരു ഓഫീസർ ആവുക, അയാളുടെ പദ്ധതികൾ, ആ ഭരണകൂടത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ജില്ലാ കലക്ടർ ആവുക, അല്ലെങ്കിൽ അതുപോലെയുള്ള പണികളൊക്കെ ചെയ്യാവോ ഇല്ലേ? ഇതാണ് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമായിട്ട് വരുന്നത്. ഭരണകൂടം അക്രമപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, സത്യാധിഷ്ഠിതമോ നീതിപൂർവകമോ ആയതല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നതാണ് വസ്തുത. എങ്കിൽ ആ ഭരണകൂടത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, അതിന്റെ എഴുത്തുകുത്തുകൾ രേഖപ്പെടുത്തുന്ന, അതിന്റെ രഹസ്യം കൈകാര്യം ചെയ്യുന്ന, അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാകാൻ പറ്റുമോ ഇല്ലേ? ഇതാണ് ചോദ്യം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് പറ്റുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് പണ്ഡിതന്മാര്, മുഫസ്സിറുകള് ഒക്കെ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക സമൂഹം വളരെ അധർമ്മികളും അക്രമകാരികളുമായ ഭരണാധികാരികളുടെ കൈകളിലേക്ക് പോയ ഒരു ഘട്ടത്തില് ഈ ഒരു ചോദ്യം താബികളിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്ന അതാ ഇബ്നു അബീ റാബിഹിനോട് ഉന്നയിക്കപ്പെടുകയുണ്ടായി. ആ ചോദ്യം ഇങ്ങനെയാണ്: എന്റെ സഹോദരൻ ബനു ഉമയ്യ
ഭരണകൂടത്തിന്റെ കീഴിലുള്ള കൂഫയിലെ ഗവർണറുടെ കാത്തിബായിട്ട് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യണം. എന്ന് പറഞ്ഞാൽ ബനൂ ഉമയ്യ അമവികളുടെ ഭരണം അക്രമപരമായതായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വളരെ നിഷ്കളങ്കരായ പല ആളുകളെയും കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടൊക്കെ നടന്നിരുന്ന ഒരു ഭരണമാണ്. ആ ഘട്ടത്തില് ഭരണകൂടത്തിന്റെ കൂഫയിലെ ഗവർണറുടെ സെക്രട്ടറി ആയിട്ടാണ് എന്റെ സഹോദരൻ ഉള്ളത്. അയാൾക്ക് ആ ജോലി ചെയ്യാതിരുന്നാൽ ഉപജീവനം ആകെ പരുങ്ങലിലായി പോകും. അയാളല്ല ഒരു തീരുമാനവും എടുക്കുന്നത്. അയാൾ ആ തീരുമാനങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും അതിന്റെ ഫയലുകളൊക്കെ പൂർത്തിയാക്കുകയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അക്രമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭരണകൂടാണ്, നടപ്പിലാക്കുന്നത് ഭരണകൂടത്തിന്റെ അതിന് നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരുമാണ്. ഇയാള് വെറും സെക്രട്ടറി ആയിട്ട് മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അത് അയാൾക്ക് തുടരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് താബി പണ്ഡിതനായ ഇബ്നു അബി റാബിഹിനോട് ഒരാള് ചോദിക്കുകയുണ്ടായത്. അപ്പൊ അയാൾക്ക് ഈ താബി പണ്ഡിതൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്. ഈ ആയത്താണ്, സൂറത്തുൽ ഖസസിലെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ താബി പണ്ഡിതൻ മറുപടി നൽകുന്നത്. അയാള് വേണമെങ്കിൽ അയാളുടെ ആ ഉദ്യോഗം നിർവഹിക്കുന്ന പേന വലിച്ചെറിഞ്ഞോട്ടെ, എന്ന് പറഞ്ഞാൽ ആ ജോലി വേണ്ടെന്ന് വെച്ചോട്ടെ. കാരണം അന്നം നൽകുന്നത് അമവി ഭരണകർത്താക്കളാണ് എന്ന് വിചാരിച്ചു നിൽക്കണ്ട. അത് അള്ളാഹുവാണ് ഓരോരുത്തർക്കുമുള്ള റിസ്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ ജോലി പോയാൽ വേറെ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ഇനി റിസ്കേ ഉണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് അക്രമപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്ക് പിൻബലമായിട്ട് സഹായമായിട്ട് നിലകൊള്ളുന്ന ഒരു ജോലിയുമായിട്ട് അയാള് തുടരേണ്ടതില്ല. അയാളുടെ ആ ഉദ്യോഗം വലിച്ചെറിഞ്ഞുകൊണ്ട് തനിക്ക് ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ് എന്നത് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് ഈ താബി പണ്ഡിതൻ ആ ചോദ്യം ഉന്നയിച്ച ആളോട് പറയുന്നത്. അപ്പോ ഇവിടെ ഇനി മുതൽ എന്റെ ഉദ്യോഗത്തിൽ ഉണ്ടായിരുന്ന ആള് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ഇനി മുതൽ എന്റെ പേന ബനൂ ഉമയ്യക്കാരുടെ വിധികൾ നടപ്പിലാക്കുന്നതിനോ അത് രേഖപ്പെടുത്തുന്നതിനോ ഉപയോഗിക്കപ്പെടുന്നതല്ല എന്നാണ് പറഞ്ഞത്. എങ്കിൽ അള്ളാഹു താങ്കളുടെ അന്നം മുടക്കുകയുമില്ല എന്നാണ് താബി പണ്ഡിതൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോ ശമ്പള വിതരണം ചെയ്യാൻ പോലും പിന്നീട് അയാൾ കൂട്ടാക്കിയില്ല. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യനിർവഹണത്തിന്റെ ഒരു രംഗത്തും ആ സർക്കാരിനോട് സഹകരിച്ച് ജോലി ചെയ്യുക എന്നത് അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാരണം അതൊക്കെയും ധിക്കാരിയായ ഭരണാധികാരിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് വരിക എന്നാണ് അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായത്. ആ ഘട്ടത്തില് ഈ താബി പണ്ഡിതന്റെ ഉപദേശം കേട്ടുകൊണ്ട്, ഈ ആയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനം ഒരു നിലക്കും ഇവിടെ മൂസ അലൈഹിസ്ലാം പറഞ്ഞ പോലെ ഞാൻ ഒരു കാരണവശാലും ഇനി മുജ്രിമുകൾക്ക് ലഹീറായിക്കൊണ്ട് നിലകൊള്ളുകയില്ല എന്നാണല്ലോ പറയുകയുണ്ടായത്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കുകയുണ്ടായത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.